ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മനുലാൽ. ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനാണ്. ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയായ കസറിൻ്റെ ഒരു UPS ആണ്. അതായത് വൈഫൈ മോഡത്തിന് വേണ്ടിയുള്ള ഒരു UPS ആണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ വീടുകളിൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പവർ ഫെയിലിയർ ഉണ്ടായാൽ അത് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കും. ആ പവർ ഫെയിലിയർ അല്ലെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടർ ഓണാക്കാനായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റേതായിട്ടുള്ള UPS ഉണ്ട്. എന്നാൽ ഇൻ്റർനെറ്റ് കട്ടാകാതെ നമുക്ക് ആ ചെയ്തുകൊണ്ടിരുന്ന ഇൻ്റർനെറ്റ് സംബന്ധിയായിട്ടുള്ള വർക്ക് തുടരാൻ, അതായത് പവർ കട്ട് മാറി ആ കറണ്ട് തിരികെ വരുന്ന ആ സമയം വരെയും നമുക്ക് ലഭിക്കേണ്ടതിന് ഒരു UPS നമുക്ക് ആവശ്യമാണ്. അതായത് നമ്മുടെ മോഡം വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ്. എന്നാൽ ആ വൈദ്യുതി നമുക്ക് കട്ടാകുന്ന സമയത്ത് നമ്മുടെ മോഡം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് ഒരു ബാക്കപ്പ് ആവശ്യമാണ്. ആ ബാക്കപ്പ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ തരത്തിലുള്ള UPSകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈഫൈ മോഡത്തിന് വേണ്ടിയുള്ള കസർ എന്ന ഈ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ഇന്ത്യൻ കമ്പനിയുടെ UPS ഞാൻ വാങ്ങിക്കുന്നത് ആമസോണിൽ നിന്നാണ്. വാങ്ങി ഉപയോഗിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് ഈ ഒരു ഡിവൈസിനെ കുറിച്ച് അതിൽ റിവ്യൂ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇതൊരു 12 വോൾട്ട് 2 ആംപിയർ ഡിവൈസാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഡിവൈസിൻ്റെ അൺബോക്സിങ്ങും ഒരു ഓവർവ്യൂ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയങ്ങളായി തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് ആമസോണിൽ നിന്ന് നമുക്ക് ഈ ഒരു മിനി UPS ലഭിച്ചത്. അപ്പോൾ ഇനി ഈ ഒരു ബോക്സ് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു സീല് നമുക്ക് ഈ ഒരു ചെറിയ ബ്ലേഡ് ഉപയോഗിച്ച് ഒന്ന് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു സീൽ ബ്രേക്ക് ചെയ്ത് നമ്മൾ മെല്ലെ ഇത് തുറക്കാം. നമ്മളിത് തുറക്കുമ്പോൾ നമുക്ക് നമ്മുടെ UPS ഇതിനകത്ത് ഇരിക്കുന്നതായിട്ട് കാണാം. ഈ ഒരു മിനി UPS നമുക്ക് മെല്ലെ പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കസർ മിനി UPS. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് വരുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ബോക്സിനകത്ത് ഇനി നമുക്ക് വരുന്നത് ഒരു വാറണ്ടി കാർഡാണ്. ഇത് ഇവർ പറയുന്നത് 1 ഇയർ വാറണ്ടി ഉണ്ടെന്നാണ്. വാറണ്ടി നമ്മൾ ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യണം. UPSൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, നമുക്ക് ഇവിടെ ഒരു QR കോഡ് കാണാം. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് ഇവരുടെ വെബ്സൈറ്റിൽ കയറി സ്റ്റെപ്സ് ഫോളോ ചെയ്യുക എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇതിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്യുക. ഇനി നമുക്ക് ഈ വാറണ്ടി കാർഡിൻ്റെ ഈ വശത്തേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഹൗ ടു യൂസ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇവിടെ ഓവർ ചാർജിങ് പ്രൊട്ടക്ഷൻ, അതുപോലെ തെർമൽ പ്രൊട്ടക്ഷൻ, ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലോങ് ബാറ്ററി ലൈഫ്, ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. വേറെ കാണുന്നത് ഒരു കേബിളാണ്. ഈ കേബിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 2-3 കേബിൾ ഇതിൽ വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇത് കണക്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ വൈഫൈ മോഡത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഇൻ ആൻഡ് ഔട്ട് എടുക്കുന്ന കേബിൾസാണ് ഈ 3 എണ്ണം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈ റൗട്ടേഴ്സ് അല്ലെങ്കിൽ മോഡം, അതിലൊക്കെ വന്നിരിക്കുന്ന പിന്നുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ ഒരു പിന്നുകൾ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കണക്ട് ചെയ്യാനായിട്ട് ആണ് ഇത്തരത്തിലുള്ള കണക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേബിൾസ് നമുക്ക് മാറ്റി വയ്ക്കാം ബോക്സിനകത്ത് തന്നെ. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ബോക്സിനകത്തേക്ക് തന്നെ ഇത് വയ്ക്കാം. നമുക്കിനി UPSലേക്ക് വരാം. ഈ UPSൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ തരക്കേടില്ലാത്ത ബിൽഡ് ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ
നല്ല ബിൽഡ് ക്വാളിറ്റി ആണെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ പറയുകയാണെങ്കിൽ ക്യൂസർ എന്നുള്ള അവരുടെ ബ്രാൻഡിങ് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ആ പവർ ഓൺ ഓഫ് ബട്ടൺ അത് നമുക്ക് കാണാം. അതിനുശേഷം ഇവിടെ ആയിട്ട് ഒരു LED ലൈറ്റിൻ്റെ പോർഷൻ കാണാം. അതുപോലെ ഔട്ടിൻ്റെ പിന്ന് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇനി ഇതിൻ്റെ പുറകു വശത്തേക്ക് വന്നാൽ ഇവിടെ നമുക്ക് 12 വോൾട്ട് 2 ആംപിയർ എന്ന് മിനി UPS എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ ഇവിടെ ആയിട്ട് ഇന്ന് കേബിള് അതിൻ്റെ ഇന്ന് കൊടുക്കാനുള്ള ആ ഒരു കണക്റ്റിംഗ് പോർട്ടും നമുക്ക് കാണാം. ഇത്രയുമൊക്കെയാണ് ഈ UPSൻ്റെ ഔട്ടർ പോർഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സാമാന്യം തരക്കേടില്ലാത്ത വെയിറ്റുമുണ്ട് ഇതിന്. എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് മെറ്റീരിയലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ഒരു UPS ഇതിൻ്റെ വില വന്നിട്ട് 2000-ന് മുകളിലാണ്. എന്നാൽ പല സമയങ്ങളിൽ ഇതിൻ്റെ ഓഫർ കാര്യങ്ങൾ 2000-ന് താഴെയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എനിക്ക് അത്തരത്തിലുള്ള ഒരു ഓഫർ പ്രൈസിലാണ് ആമസോണിൽ നിന്ന് ഇത് കിട്ടിയത്. വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആമസോൺ അഫിലിയേറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കുന്നതാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഈ ഒരു മിനി UPSന് ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ ബാറ്ററി ബാക്കപ്പാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മിക്ക വീടുകളിലും ഇൻവെർട്ടറും അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. കറണ്ട് പോകുന്ന സമയത്ത് ആ ഇൻവെർട്ടർ അവർക്ക് ബാക്കപ്പ് നൽകും. എന്നാൽ ഇൻവെർട്ടർ തുടങ്ങിയ സൗകര്യങ്ങൾ ഇല്ലാത്ത വീടുകളിൽ ഇതുപോലെ ഒരു UPS ഉണ്ടെങ്കിൽ അത് കുറച്ച് മണിക്കൂറത്തേക്ക് വർക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും, യാതൊരു തടസ്സവുമില്ലാതെ. ഇത് ബ്രോഡ്ബാൻഡ് കണക്ഷനുള്ള അതുപോലെ ഇൻവെർട്ടർ സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത വീടുകളിൽ വളരെ മസ്റ്റായിട്ട് മേടിച്ച് വെച്ചിരിക്കേണ്ട ഒരു ഡിവൈസാണ്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളാണ്. ഏതൊരു ആൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻസ്റ്റാളേഷൻ മെത്തേഡാണ് ഇതിനുള്ളത്. ഇപ്പോൾ ഈ പവർ ബട്ടൺ നമുക്കിവിടെ കാണാം. ഇത് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിൽ പവറില്ല. ഇത് നിങ്ങൾ മേടിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു 3-4 മണിക്കൂർ ഇത് ചാർജിങ്ങിനായിട്ട് വെച്ചേക്കണം. ഇതിൻ്റെ കൂടെ ഇവർ ചാർജറൊന്നും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. നമുക്ക് മോഡത്തിൻ്റേതായിട്ടുള്ള അഡാപ്റ്റർ എടുത്ത് കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് നമുക്ക് മോഡവുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മിനി UPSനെ കുറിച്ചുള്ള എൻ്റെ ഒരു അൺബോക്സിങ്ങും ചെറിയ ഓവർവ്യൂവും. അപ്പോൾ ഇനി ഇതുപോലുള്ള പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് ലഭിക്കുവാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും നാൾ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം അത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടുമുള്ള എൻ്റെ നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള പ്രയോജനകരമായിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ മനുലാൽ സൈനിങ് ഓഫ്. ബൈ.